നമസ്കാരം. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇതിനിടെ ടീമിനെ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിട്ടുള്ള മുൻനിര താരങ്ങൾക്കെല്ലാം T20 പരമ്പരയിൽ ഇന്ത്യ വിശ്രമം നൽകും എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്നാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നിവരുമായി വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരകൾ ഇന്ത്യക്ക് ഏറെ നിർണായകവുമാണ്. തുടർച്ചയായി മൂന്നാമതും WTC ഫൈനലിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ശേഷിച്ച 8 ടെസ്റ്റുകളിൽ മികച്ച പ്രകടനം ഇന്ത്യ നടത്തിയേ തീരും. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് പരിക്കേൽക്കാതെ നോക്കേണ്ടതും പ്രധാനമാണ്. T20 പരമ്പരയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ മലയാള താരം സഞ്ജു സാംസൺ ആയിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ബാക്കപ്പായി ഇഷാൻ കിഷൻ ആയിരിക്കും ടീമിലേക്ക് എത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. ആദ്യ T20യിൽ സഞ്ജുവിനെ ഓപ്പണിംഗിൽ പരീക്ഷിച്ചേക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ക്രിക്ബസിന്റെ റിപ്പോർട്ടിലാണിത് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സഞ്ജു, ഇഷാൻ ഇവരിൽ ആരാണ് T20 പരമ്പരയിൽ കൂടുതൽ സ്ഥാനം അർഹിക്കുന്നത് എന്നൊരു ചോദ്യവും ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമാണ്. T20 കരിയർ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസണേക്കാൾ ഇന്ത്യൻ 11-ൽ സ്ഥാനം അർഹിക്കുന്നത് ഇഷാൻ കിഷനാണെന്ന് ഒരുപക്ഷെ പറയാൻ സാധിക്കും. കാരണം T20യിൽ അത്രമാത്രം പരിതാപകരമാണ് സഞ്ജുവിന്റെ റെക്കോർഡ്. 30 T20കളിലായി 26 ഇന്നിംഗ്സുകളിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത്. ഇവയിൽ നിന്നും 19.30 എന്ന ദയനീയ ശരാശരിയിൽ വെറും 444 റൺസ് മാത്രമേ സഞ്ജുവിന് നേടാനായിട്ടുള്ളൂ. മലയാളി താരമാണെന്നും പ്രതിഭയുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കളത്തിൽ നോക്കുമ്പോൾ അവിടെ പ്രകടനം കൊണ്ട് മാത്രമേ നമുക്ക് വിലയിരുത്താനാകൂ. അതുകൊണ്ട് തന്നെ കളത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ സഞ്ജു അതിൽ പിന്നിലാണെന്ന് പറയാതിരിക്കാനാകില്ല. വെറും 2 അർദ്ധ സെഞ്ചുറികളാണ് 26 ഇന്നിംഗ്സുകളിൽ നിന്നും അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. ഉയർന്ന സ്കോർ അയർലൻഡിനെതിരെ അവരുടെ നാട്ടിൽ നേടിയ 77 റൺസുമാണ്. വിക്കറ്റ് കീപ്പിംഗ് എടുത്താൽ T20യിൽ 19 ക്യാച്ചുകളും 4 സ്റ്റംപിങ്ങുകളുമാണ് സഞ്ജുവിന്റെ പേരിലുള്ളത്. ഇനി ഇഷാൻ കിഷന്റെ T20 കരിയറിലേക്ക് വരികയാണെങ്കിൽ 32 മത്സരങ്ങളിലാണ് അദ്ദേഹം കളിച്ചത്. ഇത്ര തന്നെ ഇന്നിംഗ്സുകളിൽ ബാറ്റ് ചെയ്ത താരം 42.40 ശരാശരിയിൽ 124.37 സ്ട്രൈക്ക് റേറ്റോടെ 796 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ശരാശരിയിലും നേടിയിട്ടുള്ള റൺസിലുമെല്ലാം സഞ്ജുവിനേക്കാൾ ഏറെ മുന്നിലാണ് ഇഷാൻ എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. T20യിൽ 2 50കൾ മാത്രമാണ് സഞ്ജു ഇതിനകം നേടിയതെങ്കിൽ ഇഷാൻ 6 50+ സ്കോറുകൾ കുറിച്ചിട്ടുണ്ട്. 89 റൺസാണ് ഉയർന്ന സ്കോർ. വിക്കറ്റ് കീപ്പിംഗ് നോക്കിയാൽ അവിടെ നേരിയ മുൻതൂക്കം സഞ്ജുവിനാണുള്ളത്. പക്ഷേ ഇഷാൻ കിഷൻ ഇതുവരെ 13 ക്യാച്ചുകളും 3 സ്റ്റംപിങ്ങുകളുമാണ് ചെയ്തിട്ടുള്ളത്. ബാറ്റിംഗ് പ്രകടനം മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇഷാന് മുൻതൂക്കം നൽകുന്നുണ്ട്. ഇടം കൈ ബാറ്ററാണെന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത്. ഇടം വലം കൈ കോമ്പിനേഷനുകൾ എല്ലായ്പ്പോഴും ടീമുകൾക്ക് ഗുണം ചെയ്യാറുണ്ട്. ഇത് എതിർ ടീമുകളുടെ താളം തെറ്റിക്കുകയും ഫീൽഡിങ്ങിനൊക്കെ കടുത്ത സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഒരു തരത്തിലേക്ക് ചിന്തിച്ചാൽ ഇഷാൻ അവിടെ സ്ഥാനം ഉറപ്പാണ്. ഒക്ടോബർ 6 രാത്രി നടക്കാനിരിക്കുന്ന ആദ്യ T20 മത്സരത്തിൽ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സഞ്ജു സാംസണിന് സ്ഥാനം ഉറപ്പാണെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കാരണം ഈ മത്സരത്തിന്റെ തലേ ദിവസമാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയും മുംബൈയും തമ്മിലുള്ള ഇറാനി കപ്പ് പോരാട്ടം സമാപിക്കുക. ഈ മത്സരത്തിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ് ഇഷാൻ കിഷൻ. അതുകൊണ്ട് തന്നെ ആദ്യ T20ക്ക് മുമ്പ് ഇന്ത്യക്കൊപ്പം ചേരുകയെന്നത് ഇഷാനെ സംബന്ധിച്ച് നടക്കാത്തൊരു കാര്യം തന്നെയാണ്. അതേസമയം ആദ്യ T20യിൽ കിട്ടുന്ന അവസരത്തിൽ സഞ്ജു ബാറ്റിംഗിൽ ക്ലിക്കായില്ലെങ്കിൽ 2ാം അംഗത്തിൽ ഇഷാൻ പ്ലേയിങ് 11-ലേക്ക് വിളിയെത്താൻ സാധ്യത കൂടുതലാണ്.